പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. നമുക്ക് സൂം മീറ്റിംഗ് ആയി രാവിലെ കൂടി വന്ന് ഇത്രത്തോളം പേർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ ഈ ദൈവവചന ധ്യാനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ വേഗം നമ്മൾ വായിച്ച തിരുവചന ഭാഗത്തുനിന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ഈ വചന ധ്യാനത്തിനായി ശ്രദ്ധിക്കുന്നത്. 18-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. 18-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. സ്തോത്രം. ദാവീദിന്റെ 75ഓളം സങ്കീർത്തനങ്ങൾ, അതായത് 150 സങ്കീർത്തനങ്ങളുടെ നേർപകുതി സങ്കീർത്തനങ്ങൾ ദാവീദാണ് എഴുതിയത് എന്നുള്ളതിൽ തർക്കങ്ങളൊന്നുമില്ല. സ്തോത്രം. ഇവിടെ ഈ സങ്കീർത്തനം എഴുതാനുണ്ടായ പശ്ചാത്തലം ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത്. അപ്പോൾ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത്. അപ്പോൾ ഈ സങ്കീർത്തനം സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്ന് പറയുമ്പോൾ ഇത് ദാവീദിന്റെ മരണത്തിന് തൊട്ട് മുമ്പായിരിക്കണം. ദാവീദിന് അവസാന സമയം വരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. വിശേഷാൽ ശൗലിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ച കാലത്ത്. അപ്പം നമുക്കതിനെ ഒരു കൺക്ലൂഷനിലെത്താം. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം തന്നെ വിടുവിച്ച കാലത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്തോത്രം. ഇവിടെ ഈ സങ്കീർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ 22-ാം അധ്യായം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 18-ാം സങ്കീർത്തനത്തിലെ സെയിം വാക്യമാണ്. അപ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 18-ാം സങ്കീർത്തനം അതുപോലെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ 18-ാം സങ്കീർത്തനവും 2 ശമൂവേൽ 22-ഉം ഒരേ സമയത്ത് പാടിയ സങ്കീർത്തനം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യത്തിൽ ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണിത് ഇത് പറയുന്നത്. അപ്പോൾ ജീവിത സായാഹ്നത്തിൽ ദാവീദ് പാടിയ സങ്കീർത്തനമായിരിക്കണം 18-ാം സങ്കീർത്തനം എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. നമുക്ക് ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, സ്തോത്രം, ഈ സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യം, 18-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയവും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകും. ഈ വാക്യം എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 49-ാമത്തെ വാക്യം. ഏതാണ് 49-ാമത്തെ വാക്യം? സ്തോത്രം. 18-ാം സങ്കീർത്തനത്തിന്റെ 40. അതുകൊണ്ട് യഹോവയെ ഞാൻ ജാതികളുടെ മധ്യേ നിന്നെ സ്തുതിക്കും. സ്തോത്രം. ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. ഈ ഒരു വാക്യം റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ വാക്കുകളായി പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ 18-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യവും അത് എബ്രായലേഖനം 2-ന്റെ 13-ലും, 18-ാം സങ്കീർത്തനത്തിന്റെ 49-ാം വാക്യം റോമാലേഖനം 15-ന്റെ 10-ലും, ഈ സങ്കീർത്തനത്തിലെ മറ്റു ചില ഉദ്ധരണികൾ കർത്താവായ യേശുക്രിസ്തു നേരിട്ടും ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദാവീദിലും വലിയവനായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ചതുപോലെ അവൻ ആകാശം ചായ്ച്ച ഇറങ്ങി വന്നു. സ്തോത്രം. 18-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. ദൈവം ഇറങ്ങി വരേണ്ട എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്? എന്താ പറയുക, ചില വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി വന്നേ പറ്റും. കാരണം മനുഷ്യർക്ക് ആർക്കും സഹായിക്കാത്ത പ്രതിസന്ധി, അവിടെ ദൈവത്തിനല്ലാതെ നമ്മെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല. എന്താണ് ഇവിടെ ദൈവം ഇറങ്ങി വരേണ്ട സാഹചര്യം? നോക്കിയേ, 4-ാം വാക്യം മുതൽ അത് കാണുന്നുണ്ട്. ആ സാഹചര്യം, മരണപാശങ്ങളെ ചുറ്റി അഹ്ലാദങ്ങൾ എന്നെ പിടിച്ചു. ദാവീദിനെ മരണത്തിന്റെ പാശങ്ങൾ ചുറ്റിയിരിക്കുകയാണ്. ആലങ്കാരിക ഭാഷയിലാണ് താൻ പറയുന്നത്. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികൾ എന്നെ തുടർന്ന് പിടിച്ചു. അപ്പൊ ദാവീദ് മരണത്തെ മുഖാമുഖമായി കാണുന്നൊരു സമയമാണ്. മരണം തന്റെ ഒരടി മാത്രം അകലത്ത് നിൽക്കുക. ദാവീദിന് പല സമയങ്ങളിൽ ശത്രുക്കളുടെ ഭാഗത്തുനിന്നും രോഗാവസ്ഥയിലൂടെയൊക്കെ മരണം തന്നെ പിന്തുടർന്നിട്ടുണ്ട്. മരണത്തിന്റെ കെണികൾ പിന്തുടർന്നിട്ടുണ്ട്. മരണപാശങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു അവസ്ഥയാകാം. പക്ഷെ താൻ ഇപ്പോൾ ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലാണെന്ന് ഈ സങ്കീർത്തനം കൃത്യമായി പറയും. സ്തോത്രം. പക്ഷെ ആ സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് 6-ാം വാക്യം മുതൽ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. കഷ്ടത എന്താ നമ്മളിപ്പോ പറഞ്ഞു? മരണപാശങ്ങൾ തന്നെ പിടിച്ചിരിക്കുന്ന, പാതാള പാശങ്ങൾ തന്നെ വളഞ്ഞിരിക്കുന്ന, മരണത്തിന്റെ കെണികൾ തന്നെ പിന്തുടർന്നിരിക്കുന്നതാണ് താൻ അനുഭവിക്കുന്ന കഷ്ടത. പക്ഷെ ആ കഷ്ടതയുടെ നടുവിൽ ദാവീദ് വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇട്ടെന്നല്ല പറയുന്നത്. പിന്നെ എന്താ ചെയ്തത്? സ്തോത്രം. അവൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവത്തോട്, ഭയങ്കര പ്രയോഗം അതൊക്കെ. സ്തോത്രം. ഓൺ ദ സ്പോട്ട് സഡൻലി ഉള്ള റിപ്ലൈ ആ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന്. എന്താണ്? അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. കേട്ടെന്ന് ദാവീദിന് മനസ്സിലായ കാരണം റിപ്ലൈ വന്നു, സഡൻലി പ്രവൃത്തി വന്നു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയുന്നു, നീ അനുഭവിക്കുന്ന കഷ്ടത മാനസിക സംഘർഷമാകാം, ശാരീരിക സംഘർഷമാകാം, മരണത്തിന്റെ വക്കിലുള്ള പ്രശ്നമാകാം. പക്ഷേ നീ അപേക്ഷിച്ച അപേക്ഷ, നിന്റെ പ്രാർത്ഥന അവൻ കേട്ടു എന്ന് മനസ്സിലാകുന്ന ഒരു റിപ്ലൈ നിന്റെ വിഷയത്തിന്റെ മീതെ ഈ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. നല്ല വിശ്വാസമകത്തുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ദൈവം നിനക്ക് വേണ്ടി ഒരു സഡൻലിയുള്ള ഒരു ആക്ഷൻ നിന്റെ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ വേഗം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ എനിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ദൈവത്തിന്റെ റിപ്ലൈ എങ്ങനെ ആയിരുന്നറിയോ? സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. 7-ാം വാക്യം, ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനം ഇളകിപ്പോയി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവനിൽ നിന്ന് ജ്വലിച്ചു. എന്ന് ഈ ദാവീദ് പ്രാർത്ഥിച്ചത് കഷ്ടത എന്നുള്ള വിടുതലിന് വേണ്ടിയാ. പക്ഷെ ദൈവത്തിന്റെ റിപ്ലൈ എങ്ങനെയായിരുന്നു? ഇതുമായിട്ട് എന്തേലും ബന്ധമുള്ള റിപ്ലൈ ആണ്. എന്തുവാ റിപ്ലൈ? സ്തോത്രം. ഭൂമി ഞെട്ടി വിറച്ചത്, മലകളുടെ അടിസ്ഥാനം പോയെന്ന്, അവൻ കോപിച്ചുകൊണ്ട് കുലുങ്ങിയെന്ന്, അവന്റെ മൂക്കിൽ നിന്ന് പുക വന്നെന്ന്. ഈ പ്രാർത്ഥിച്ച വിഷയത്തിന് അനുയോജ്യമായ റിപ്ലൈ ആണോ? അല്ല. റിപ്ലൈ എന്താ വരേണ്ടത്? താൻ കഷ്ടതയില്ല, മരണ സംബന്ധമായ രോഗത്തിലോ പ്രതിസന്ധിയിലോ. അപ്പോൾ തനിക്ക് വേണ്ടത് ഒന്ന് സൗഖ്യമാണ് റിപ്ലൈ വരേണ്ടത്. ശാരീരിക സൗഖ്യമാണ് തനിക്ക് ഇപ്പോൾ വേണ്ട റിപ്ലൈ.
അല്ലെങ്കിൽ തന്നെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ള ഡെലിവറൻസ് ആണ് വേണ്ടത്. ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നു അദ്ദേഹം കിടപ്പിലായെന്നാ പറഞ്ഞത്, രോഗിയായി. അങ്ങനെയാണെങ്കിൽ റിപ്ലൈ തനിക്ക് കിട്ടേണ്ടത് എന്താ? സൗഖ്യമാണ് വേണ്ടത്. പക്ഷേ ഡെലിവറൻസ് ആണ്, ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും. പക്ഷെ ദൈവത്തിന്റെ റിപ്ലൈ ദാവീദോ നമ്മളോ പ്രതീക്ഷിച്ചതുപോലെ അല്ല വന്നത്. ഭൂമി ഞെട്ടിവിറച്ചെന്ന്, മലയുടെ അടിസ്ഥാനം പോയത്, അവന്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെട്ടെന്ന്, തീ പുറപ്പെട്ടെന്ന്. നീ ചോദിക്കുന്ന റിപ്ലൈ അല്ല ദൈവം ചിലപ്പോൾ നിനക്ക് തരുന്നത്, എല്ലാ കാര്യത്തിലും അല്ല, ചില കാര്യങ്ങൾ. പണ്ട് പൗലോസ് ചോദിച്ചു 3 പ്രാവശ്യം ഈ ശൂലം ഒന്ന് മാറാവുമെന്ന്. 3 സീസണിൽ ആചരിക്കാൻ ചോദിച്ചു. ഒരുമിച്ച് 3 പ്രാവശ്യം ചോദിച്ചാകാൻ വഴിയില്ല, ഓരോ പ്രാവശ്യമായിട്ട് ഓരോ സീസണിലായിരിക്കാൻ ചോദിച്ചു. 1-ാം പ്രാവശ്യം ചോദിച്ചപ്പോഴും ദൈവം പറഞ്ഞു, മിണ്ടിയില്ല. ദൈവം മിണ്ടി കാണുകയില്ല. 2-ാം പ്രാവശ്യം ചോദിച്ചപ്പോഴും ദൈവം മൗനം പാലിച്ചു. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കൃപ ഇവിടെ ശക്തിയായി മാറി. ചോദിച്ചത് സൗഖ്യമാണ് പൗലോസ്, കൊടുത്തത് സൗഖ്യമല്ല. ശൂലം അവിടെ ഇരുന്നോട്ടെ, പക്ഷെ അത് നിന്റെ പ്രാണനെയും ശരീരത്തെയും ബാധിക്കാത്ത രീതിയിൽ ഞാൻ കൃപ പകരും, ശക്തി പകരും. കണ്ടോ, ചോദിച്ച റിപ്ലൈ അല്ല കിട്ടിയത്. പക്ഷെ റിപ്ലൈ ചോദിച്ചതല്ലെങ്കിലും അസാധാരണ റിപ്ലൈ ആണ്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംബരമായിട്ടുള്ള റിപ്ലൈയാ. നീ ചോദിച്ചത് ചിലപ്പോ ഒരു കാര്യമായിരിക്കും, ഇതെങ്കിലും കർത്താവ് ചെയ്യണം. പക്ഷെ ദൈവം ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് റിപ്ലൈ ആണ്. ദൈവം മന്ദിരത്തിലിരുന്ന് തന്റെ പ്രാർത്ഥന കേട്ടെന്ന് ദാവീദ് പറഞ്ഞത്. അപ്പോൾ ആ മന്ദിരത്തിലിരുന്ന് ഭൂമിയിലിരിക്കുന്ന ദാവീദിന്റെ കഷ്ടത മാറ്റാൻ അവനൊന്ന് നോക്കിയാൽ മതി, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം വെളിപ്പെടും, ഡെലിവറൻസ് ഉണ്ടാവും. പക്ഷേ അതിന് പകരം എന്തായിരുന്നു റിപ്ലൈ എന്നറിയാമോ? സ്തോത്രം. 9-ാം വാക്യം, അവൻ ആകാശം ചായ്ച്ചിറങ്ങി വരികയാ. എന്ന് പറഞ്ഞാൽ തന്റെ മന്ദിരത്തിലിരുന്ന് കേട്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ടൊരു വാക്ക് കൽപ്പിക്കുകയല്ല, അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കി വിടുതലയക്കുകയല്ല, നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരാൻ സ്വർഗം തീരുമാനിക്കുകയാണ്. ആകാശം ചായ്ച്ചു നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരാൻ ദൈവം തീരുമാനിക്കുകയാണ്. എനിക്കറിയത്തില്ല, എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആത്മാവിനോട് പറയുന്നു, നീ കേട്ടതുപോലെയോ കണ്ടതുപോലെയോ അല്ല, നിന്റെ ചിന്തകൾക്ക് അതീതമായി സ്വർഗം ഡയറക്റ്റ് ഇറങ്ങി വരുന്നൊരു റിപ്ലൈ. ശുഭാന, നിന്റെ വിഷയത്തിനകത്ത് ദൈവാത്മാവ് കൽപ്പിക്കാൻ പോകുന്നത്. അവൻ ആകാശം ചായ്ച്ചിറങ്ങി വരികയാണ്. കൂരിരുൾ അവന്റെ കാഴ്ചപ്പാട്ടിൽ ഉണ്ടായിരുന്നെന്ന്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ വരവിന് ഇരുട്ടൊരു തടസ്സമല്ല. ഒരു ഇരുട്ടിനും തടയാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ. ഇരുട്ടിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ നിന്റെ വിഷയത്തിന്മീതെ ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഈ ഭാഗം വായിക്കുമ്പം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു കാര്യം. സ്തോത്രം. ദൈവം ഇറങ്ങി വരുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. എന്താ? ഭൂമി ഞെട്ടി വിറച്ചതും മലയുടെ അടിസ്ഥാനം പോയതും അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയതും തീ ഇറങ്ങിയതൊക്കെ ദൈവം ഇറങ്ങി വരുന്നതിന്റെ ചലനങ്ങളായിരുന്നു. സ്തോത്രം. ദൈവം ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്തത്? ഞാൻ വിചാരിച്ചു ദൈവം ഇറങ്ങി വന്നിട്ട് വേഗം ദാവീദിനെ സൗഖ്യമാക്കും, ദാവീദിനെ ഡെലിവറൻസ് അയക്കുന്ന ഞാൻ വിചാരിച്ചത്. അവിടെയും ദൈവം എന്നെ അതിശയിപ്പിച്ചു. ദൈവം ഇറങ്ങി വന്നിട്ട് ദാവീദിന് സൗഖ്യമല്ല ഉടനെ കൊടുത്തത്. പിന്നെ എന്താ ചെയ്തത്? സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. 18-ാം സങ്കീർത്തനം 14-ാം വാക്യം. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുക. ദാവീദെ പ്രതീക്ഷിച്ചത് സൗഖ്യമായിരിക്കാം, പ്രതീക്ഷിച്ചത് ഒരു ഡെലിവറൻസ് ആയിരിക്കാം. പക്ഷെ ദൈവം ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം
അസ്ത്രമയച്ചവരെ ചിതറിച്ചെന്ന്. അസ്ത്രം എയ്തവരെ ചിതറിച്ചെന്ന്. ആരെയാ ഈ അവരെ? ദൈവം പറഞ്ഞു, ദാവീദേ, ഒരു പ്രാവശ്യമല്ല, കൂടെ കൂടെ പല പ്രാവശ്യം മറ്റു ചില സങ്കീർത്തനങ്ങളിൽ ദാവീദ് മരണവാശങ്ങൾ ചുറ്റിയതായിട്ട് പറയുന്നു. ഒന്നിലധികം പ്രാവശ്യം ദാവീദ് കിടപ്പിലായിട്ടുണ്ട്, രോഗിയായി. മരണകരമായ പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. ദാവീദേ, ഞാനിപ്പോ നിനക്ക് വേണമെങ്കിൽ ഒരു സൗഖ്യം തരാം, പക്ഷേ വീണ്ടും നിന്നെ കിടപ്പിലാക്കുന്ന, വീണ്ടും നിന്നെ മരണകരമായ ട്രാപ്പിൽപ്പെടുത്തുന്ന ഒരു ശക്തി നിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് നിനക്ക് ആവശ്യം സൗഖ്യമല്ല, പിന്നെ നിന്നെ കിടക്കയിലാക്കാൻ ശ്രമിക്കുന്ന, നിന്റെ കണ്ണു തിരുമിയടയ്ക്കാൻ ശ്രമിക്കുന്ന, അകാലമൃത്യു വരുത്തുവാൻ ശ്രമിക്കുന്ന, നിന്നെ മരണത്തിന്റെ കെണിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ചിലതിനെ ഞാൻ അസ്ത്രമയച്ച് തകർക്കാൻ പോകുകയാ. ഇന്ന് രാവിലെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറകളുടെ നന്മകളെ ദൈവം ഇന്ന് പകൽ നിസ്സാരമായ ദൈവത്തിനൊരു വാക്കുകൊണ്ട് ഓപ്പൺ ചെയ്യാം. നിന്റെ ശാരീരിക സൗഖ്യം ദൈവത്തിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് തരാം. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. പിന്നെ കൂടെ കൂടെ നിന്നെ രോഗിയാക്കാൻ ശ്രമിക്കുന്ന, കൂടെ കൂടെ നിന്റെ തലമുറകളുടെ ഭാവിയെ തടയാൻ ശ്രമിക്കുന്ന, കൂടെ കൂടെ നിന്റെ വഴികളെ അടയ്ക്കാൻ ശ്രമിക്കുന്ന, അതിന്റെ മൂലകാരണമായി അതിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ അസ്ത്രമയച്ച് അവൻ ചിതറിക്കാൻ പോകുകയാ, അസ്ത്രമയച്ച് തകർക്കാൻ പോകുകയാ. ദൈവം നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ടെമ്പററി ഡെലിവറൻസ് അല്ല, പെർമനന്റ് ഡെലിവറൻസ്. അത് നൽകാനാണ് അവൻ ആകാശം ചായ്ച്ചിറങ്ങി വന്നതെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയുന്നു, അവൻ ആകാശം ചായ്ച്ച് നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരാൻ പോകുകയാ. ചില മൂലകാരണങ്ങളെ, അതിന്റെ പിൻപി നിൽക്കുന്ന ചിലനെ തകർത്ത് ദൈവം നിന്റെ വിടുതൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ദൂത്? തലകൾ ഉണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ അങ്ങ് സംസാരിച്ച വചനം അങ്ങയുടേതാണ്. ആ വചനത്തിന്റെ ശക്തി ഇവിടെ വീടുകളിലേക്ക് അയക്കട്ടെ. എന്റെ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ല. ആ വചനത്തിന്റെ പവർ ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കും. ഈ പ്രിയപ്പെട്ടവരുടെ ലൈഫിൽ കർത്താവ് ഭയങ്കര മേജർ ഷിഫ്റ്റുകൾ വരുത്തുവാൻ പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും ഞങ്ങൾ യേശുവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും, ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു.